ഏറ്റവും വലിയ പരാജയം ഏതെന്നറിയോ? ഖുർആൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാ. ഖുർആൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാ. സഹോദരാ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ രാവിലെ ആദ്യമായി ആരംഭിക്കേണ്ട ഇബാദത്ത് ഏതാണ്? ഖുർആനിലൂടെയാണ്. ആദ്യം രാത്രി കിടന്നുറങ്ങിയിട്ട് പകലിലെ ആദ്യത്തെ ആരാധന ഖുർആനായിരിക്കണം അല്ലേ? ആദ്യം ഖുർആനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവസാനം രാത്രി കിടക്കാൻ നേരത്ത് അവസാനത്തെ അമല് ഖുർആനായിരിക്കണം. എത്ര പേര് ഖുർആൻ ഓതുന്നുണ്ട്? ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വാർത്തകളാണ് ഫേസ്ബുക്കിലുള്ളതെങ്കിൽ പോലും എവിടെയോ ആരോ ഒരു ചെറിയൊരു കുറിപ്പ്, ആരാ എഴുതിയതെന്ന് എനിക്കറിയില്ല, അതൊരു കള്ളത്തരമാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അത് വലിയൊരു മെസ്സേജ്, സന്ദേശം കൈമാറുന്നുണ്ട്. വീടിന്റെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് പള്ളിയിലെ ഇമാമിനെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്? മലയാളം ആയതുകൊണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടാവൂല. ലൈവ് കാണുന്നവരൊക്കെ അവർ വായിച്ചവരായിരിക്കും. പള്ളിയുടെ തൊട്ടടുത്ത വീട്ടിൽ പള്ളിയിലെ ഇമാമിനെ കൊണ്ടുവന്ന് ഒരു ദുആ ചെയ്യിപ്പിച്ചു. ഉമ്മയുടെയോ ഉപ്പയുടെയോ ഒന്നാമത്തെ ആണ്ടിനാണ്. നല്ല വലിയൊരു എമൗണ്ട്. ആ എമൗണ്ട് ഈ ഇമാമ് ദുആ ചെയ്തതിന്റെ അടുത്തുണ്ടായിരുന്നു. ഇമാമ് ഭക്ഷണം കഴിച്ച് പോയപ്പോ ഈ പണം കാണാനില്ല. വായിച്ച അതിന്റെ തർജ്ജിമ വന്നു. മലയാളത്തിലെ എഴുത്താണെങ്കിലും അത് കന്നഡ ഭാഷയിൽ അതിന് തർജ്ജിമ ഉണ്ടായിരുന്നു എന്നാണ്. പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഉമ്മാന്റെ ആണ്ടിന് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടുവന്ന് ഓദിപ്പിച്ചു. ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ചു പോയി. ആ വലിയ തുക കാണാനില്ല. ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മേലിൽ ഇവറ്റകളെ വീട്ടിൽ കയറ്റരുത്. എന്താ സംഭവം? വലിയ ഒരു എമൗണ്ട് അത് കാണാതെ പോയിരിക്കുകയാണ്, അത് നഷ്ടം വന്നിരിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെ പള്ളിയിൽ പോകുമ്പോ ഈ ഭർത്താവ് ഉസ്താദിനോട് ചോദിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ കൊല്ലം ആണ്ടിന് എങ്ങനെ വാപ്പയുടെ ആണ്ട് നടത്താതിരിക്കും? ഉസ്താദിനെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. ഭാര്യ പറഞ്ഞു, അയാൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കില്ല. എന്നാൽ ഇനിയിപ്പോ എന്തായാലും ചോദിച്ചിട്ട് തന്നെ കാര്യം. ഉസ്താദിനോട് കാര്യം പറഞ്ഞു, കഴിഞ്ഞ വർഷം നിങ്ങൾ ആണ്ടിന് വരുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തന്ന് നിങ്ങൾ കഴിച്ചു പോയതിനു ശേഷം ഇവിടെ നിന്നൊരു തുക മോഷണം പോയി. വേറെ ആരും എടുക്കില്ല. കാരണം നിങ്ങൾക്ക് ഓതാൻ തന്ന ആ മൗലിദ് കിതാബിന്റെ അടിയിലോ അതിന്റെ സൈഡിലോ ഒക്കെ ഉണ്ടായിരുന്ന പൈസയാണ് കാണാതെ പോയി. അദ്ദേഹം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഞാനത് അപ്പോഴേ എടുത്ത് ഖുർആന്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഖുർആൻ അലമാരയിൽ ഉണ്ടായിരുന്നു, അതിന്റെ അടിയിൽ ഞാൻ ആ പൈസ വെച്ചിരുന്നല്ലോ. ആരുടെയെന്ന് അറിയാത്തത് കൊണ്ട് അവിടെ തന്നെ വെച്ചിരുന്നല്ലോ. ഓടിച്ചെന്ന് ഭർത്താവ് അലമാര തുറന്നിട്ട് ഖുർആൻ ഉയർത്തി നോക്കുമ്പോൾ പൈസ അങ്ങനെ തന്നെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ ഇമാമ് പറഞ്ഞു, നിങ്ങളുടെ ഈ പണം പോയതിന്റെ പേരിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയതിൽ എനിക്ക് വിഷമമില്ല, അത് മനുഷ്യ സഹജമായി ഉണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുകയാ. ഒരു വർഷമായി ഈ വീട്ടിൽ ഖുർആൻ തൊട്ടിട്ടില്ല, ഒരു കൊല്ലമായി ഈ വീട്ടിൽ ഖുർആൻ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ ഈ ഖുർആന്റെ അടിയിലിരിക്കുന്ന നോട്ട് നിങ്ങൾ കാണുമായിരുന്നല്ലോ, അന്ന് ഞാൻ വെച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദ്, ആ മതപണ്ഡിതൻ, മഹല്ല് ഖതീബ് ആ വീട്ടുകാരനെ ആക്ഷേപിച്ചു എന്ന് ഒരു ഫേസ്ബുക്കിലെ ഒരു മെസ്സേജ്, സന്ദേശം നമ്മുടെയൊക്കെ വായിച്ചവരാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വീട്ടിലാ ഖുർആൻ ഓതുന്നവരുള്ളത്? പണ്ട് കാലങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഏതെങ്കിലും സമയമുണ്ടായിരുന്നോ? മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ വീടുകളിലും മക്കളും കുടുംബക്കാരും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതിയിരുന്ന കാലം മാറി. ഖുർആൻ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമുക്ക് പരാജയം സംഭവിക്കൂല, ഒരിക്കലും പരാജയം സംഭവിക്കൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു
മരണാസന്നനായി കിടക്കുകയാണ്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ കടന്നു വരുന്നു. ആരാ? മദീനയുടെ ഭരണാധികാരി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരികയാ. അദ്ദേഹം സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാ. കടന്നു വന്നിട്ട് കുറച്ച് പണം കൊടുക്കുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മരിക്കാൻ കിടക്കുന്ന എനിക്കെന്തിനാണ് പണത്തിന്റെ ആവശ്യം? ഉസ്മാൻ തങ്ങളെ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾക്ക് അനുവദിച്ചതാ, ഇത് സർക്കാരിന്റെ വകയായി നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. ഉസ്മാൻ തങ്ങളുടെ മറുപടി കേട്ടിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരികെ ചോദിക്കുകയാ, മരിക്കാൻ കിടക്കുന്ന എനിക്കെന്തിനാണ് കാശ്? ഏത് നിമിഷവും എന്റെ മരണം സംഭവിക്കാം, പിന്നെ ഈ പണം കൊണ്ട് എനിക്ക് എന്ത് നേടാനാണെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കല്ല, നിങ്ങളുടെ പെൺമക്കൾക്ക് ഉപകരിക്കുമല്ലോ, നിങ്ങളുടെ പെൺമക്കൾക്ക് ഉപകരിക്കുമല്ലോ, അതുകൊണ്ട് വെച്ചേക്കുക എന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളെ, നിങ്ങൾക്ക് തെറ്റുപറ്റി, എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരൂല, എന്റെ പെൺമക്കള് പരാജയപ്പെടൂല, എന്റെ പെൺമക്കൾക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പരാജയം വരില്ല, എന്റെ പെൺമക്കൾക്ക് കടം വരൂല, അതെനിക്ക് ഉറപ്പുണ്ട് തങ്ങളെ, അതുകൊണ്ട് പണം തിരികെ കൊണ്ടുപോയെന്ന് പറയുകയാ. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, പണം ഞാൻ തിരികെ കൊണ്ടുപോകാം, പക്ഷെ നിന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരില്ലെന്ന്, നിന്റെ മക്കൾക്ക് ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസം വരില്ലെന്ന് നിനക്ക് എന്താ ഉറപ്പ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞതെന്തെന്നറിയോ? തോടാറെന്ന് കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അടിവരയിട്ടുകൊണ്ട് ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. ആരൊരാളുടെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ടോ, രാത്രികാലങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഏതൊരു വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ടോ, ലം തുസിബഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവിടെ പരാജയം സംഭവിക്കൂല, ഒരിക്കലും അവിടെ ദാരിദ്ര്യം വരൂല എന്ന് എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്റെ പെൺമക്കൾ മുടക്കിയതായി എനിക്ക് ഓർമ്മയില്ല ഉസ്മാൻ തങ്ങളെ. ഒരു ദിവസം പോലും എന്റെ പെൺമക്കൾ എന്റെ വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതാതിരുന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്റെ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന്. മരണക്കിടക്കയിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ നാളെ എന്താകുമെന്ന് ആശങ്കപ്പെടുന്ന പിതാക്കന്മാരാ നമ്മള്. പക്ഷേ മരണക്കിടക്കയിൽ നാളെ എന്റെ പെൺമക്കൾക്ക് ഒരു പരാജയവും അപജയവും സംഭവിക്കില്ല എന്ന് ധീരമായിട്ട് മരണാസനായി കിടന്നപ്പോൾ വിളിച്ചു പറഞ്ഞത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മനോമുഖരത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ, ആ ഖുർആൻ മുറുകെ പിടിച്ചാൽ ഒരിക്കലും സാമ്പത്തികമായ ദാരിദ്ര്യമോ മാനസികമായ പ്രശ്നങ്ങളോ ഏതെങ്കിലും ശാരീരികമായ തകർച്ചകളോ ഉണ്ടാകില്ല എന്ന ഉറപ്പിന്മേലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എത്ര വീട്ടിൽ സൂറത്ത് വാഖിഅ ഓതുന്നുണ്ട്? എത്ര വീട്ടിൽ ഓതുന്നുണ്ട്? ഇന്നത്തെ രാത്രി മുതൽ ഓദിക്കോ. ഇസ്ലാമിന്റെ രീതി, ഭർത്താക്കന്മാര് പുരുഷന്മാര് ജോലിക്ക് പോകണം, വീട്ടിലെ ഭാര്യമാര് സൂറത്തുൽ വാഖിഅ ഓതി ദുആ രക്കണം. സഹാബാക്കൾ അവരുടെ പെൺമക്കളെയാണ് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചത് കൂടുതൽ. കാരണം വീട്ടിലിരുന്ന് വൈകുന്നേരം രാത്രി ഭാര്യമാർ, പെങ്ങന്മാർ, ഉമ്മമാർ അവർ സൂറത്തുൽ വാഖിഅ ഓതട്ടെ. ആങ്ങളമാർ, ബ്രദർമാർ, ഭർത്താക്കന്മാർ, ആൺമക്കൾ, വാപ്പമാർ അവരധ്വാനിക്കട്ടെ. ഇന്നിപ്പോ നേരെ തിരിച്ചാണ് സമൂഹം. വീട്ടിലിരുന്ന് ഭർത്താവ്, വാപ്പ, സഹോദരൻ, മോൻ സൂറത്ത് വാഖിഅ ഓതും, മോളോ ഉമ്മയോ ഭാര്യയോ ഒക്കെ കച്ചവടത്തിന് വെളിയിലായിരിക്കും. അല്ലാഹു കാക്കട്ടെ തല തിരിഞ്ഞു പോയ സംസ്കാരം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ മുറുകെ പിടിക്കുന്നതിലൂടെ നമ്മൾ എങ്ങും പരാജയപ്പെട്ടു പോകില്ല. മൂന്നാമത്തെ കാര്യം അതാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. ഒന്ന് മാതാപിതാക്കളാണ്, രണ്ട് ദുആയാണ്, മൂന്ന് ഖുർആൻ മുറുകെ പിടിക്കലാണ്. ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. മരിക്കാൻ നേരത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അനാഥമാക്കിയിട്ട് പോകുന്നില്ല, ഞാൻ നിങ്ങളെ അനാഥരാക്കിയിട്ട് പോകുന്നില്ല. തറക്തു ഫീക്കും അംറൈൻ, ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് പോവാം. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യം മുത്തുനബി നമ്മളെ ഏൽപ്പിച്ചിട്ടാ പോയത്.
ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങളത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവില്ല. കിതാബ് അല്ലാഹ്, ഒന്ന് പരിശുദ്ധ ഖുർആൻ, വസുന്നത്ത് റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് നബിതങ്ങളുടെ ചര്യ. നബിതങ്ങളുടെ ചര്യ അള്ളാഹു നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളിലും സുന്നത്ത് ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളിലും സുന്നത്തായ ജീവിതമാകണം. കഴിക്കുന്നതിലും നടക്കുന്നതിലും ഒക്കെ സുന്നത്തായ രീതി. അങ്ങനെ നമ്മൾ മുറുകെ പിടിച്ചാൽ ലോകത്തൊരു ഭരണാധികാരികൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഉന്നതമായ ഇസ്സത്ത് അള്ളാഹു ഈ മുസ്ലിം ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പോയി അഡ്രസ് പോയി സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ അഡ്രസ് പോയിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഷിർക്കിന്റെ കോട്ടകളിൽ പോവുക, ഷിർക്കിന്റെ കോട്ടകളിൽ പോയി പച്ച ഷിർക്ക് ചെയ്യുക. എന്തൊരവസ്ഥയാണ്! അള്ളാഹു ബോധം നൽകട്ടെ. പണം, പണം, അധികാരം, പണം, പ്രശസ്തി, പവർ, ദുനിയാവ്, ഇതാണ് എല്ലാവർക്കും വേണ്ടത്. ആഖിറ ആർക്കും വേണ്ട, പരലോകം ആർക്കും വേണ്ട. പക്ഷേ നിങ്ങൾ പരാജയത്തിലേക്ക് പോകും. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ ഖുർആനാണ്, അവന്റെ ഗ്രന്ഥമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നാലാമതായി അള്ളാഹ് പറയുന്നു, നാലാമതായി പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് മാതാപിതാക്കൾ, രണ്ട് ദുആ, മൂന്ന് ഖുർആൻ. നാലാമതായി അള്ളാഹ് പറയുകയാണ്, ഫമനിത്തബഅ ഹുദാ ഫലാ യളില്ലു വലാ യസ്ഖാ. ആരാണോ ഹുദയ പിൻപറ്റുന്നത്, അല്ലാഹ് പറയുന്നു, എന്റെ ഹുദയ ആര് പിൻപറ്റുന്നുണ്ടോ, ഫലാ യളില്ലു വലാ യസ്ഖാ, അവനൊരിക്കലും പരാജയപ്പെട്ടു പോകില്ല, അവന് തളർന്നു പോകില്ല. എന്റെ സമൂഹമേ, ഹുദയ പിൻപറ്റണം. ആരുടെ ഹുദയ പിൻപറ്റേണ്ടത്? 17 പ്രാവശ്യം നിർബന്ധമായി അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ ഹുദയ? കൈകെട്ടിക്കിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നീ റഹ്മാനാണ്, റഹീമാണ്, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും സംരക്ഷകൻ നീയാണ്. അല്ലാഹുവേ, നിനക്കാണ് സർവ്വസ്തുതിയും. അർ-റഹ്മാനിർ റഹീം, നീ റഹ്മാൻ റഹീമുമാണ്. മാലിക് യൗമിദ്ദീൻ, നാളത്തെ പരലോകത്തിന്റെ കോടതിയിൽ നീയാണ് പടച്ചവനെ, രാജാവ്, അധിപൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് നിന്നോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നു പടച്ചവനെ എന്ന് പറഞ്ഞ അല്ലാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ 17 പ്രാവശ്യം നിർബന്ധമായി നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു. സുബഹിക്ക് 2, ളുഹറിന് 4, അസ്റിന് 4, മഗ്രിബിന് 3, ഇശാക്ക് 4. ഈ 5 വഖത്തുകളിലായി നമ്മൾ 17 പ്രാവശ്യം നിർബന്ധമായി അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവിനെ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ. ആ ഹിദായത്ത് തരണേ എന്ന് ചോദിക്കുന്ന നമ്മളോട് അല്ലാഹ് പറയുന്നു, ഫമനിത്തബഅ ഹുദായി, എന്റെ ഹുദ, അതാ നിങ്ങൾ ചോദിക്കുന്ന ഹിദായത്ത്, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഹിദായത്ത്, ആ ഹുദയ പിൻപറ്റിയാൽ ഫലാ യളില്ലു വലാ യഷ്ഖാ, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. അത് ആരുടെ വഴിയാണ്? ആരുടെ വഴിയാണ്? നമ്മൾ 17 പ്രാവശ്യം ചോദിച്ചാൽ മാത്രം പോരാ, അത് ആരുടെ വഴിയാണെന്ന് കൂടി പഠിക്കണ്ടേ. ആരുടെ വഴിയാണ്, ആരുടെ വഴിയല്ല. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കുന്നത് നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. അവരാരാണ്? മിനസ്സിദ്ദീഖീന, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളുടെ പാതയാ. ആരുടെ പാതയല്ല? ഗൈരിൽ മഗ്ലൂബ്, ജൂതന്മാരുടെ പാതയല്ല. അല്ലാഹുവേ, നിന്റെ കോപത്തിനിരയായവരുടെ പാതയല്ല. നസ്രാണികളുടെ, നസാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ പാതയുമല്ല. നീ പിഴപ്പിച്ചവരുടെ പാതയല്ല. അല്ലാഹു തആല ഈ കോപത്തിനിരയായവരെന്ന് പറഞ്ഞവര് ജൂതന്മാരെ പറ്റിയാ. അല്ലാഹു തആല പിഴച്ചവരെന്ന് പറഞ്ഞത് നസ്രാണികളെ പറ്റിയാ. അഥവാ ജൂദായിസത്തിന്റെയും നസ്രാണിസത്തിന്റെയും പാതയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൂരത്താകേണ്ടതുണ്ട്. ആ പാത അല്ലാഹു തആല പിഴച്ച പാതയാക്കിയിരിക്കുകയാ. നമുക്ക് വേണ്ടത്
നബിമാരുടെ പാതയാ, സുദ്ദീഖീങ്ങളുടെ പാതയാ, ശുഹദാക്കളുടെ പാതയാ, സാലിഹീങ്ങളുടെ പാതയാ, ജൂതനസാറാക്കളുടെ പാതയല്ല. സഹോദരാ, ഒരിക്കലും ജൂതന്മാരെ അനുസരിക്കാൻ പാടില്ല. ജൂതന്മാരെ ഒരിക്കലും അനുസരിക്കാൻ പാടില്ല. അവരോട് രാജിയാകാൻ, അവരോട് താദാത്മ്യം പുലർത്താൻ, അവരോട് കൃത്യമായി നമ്മൾ നമ്മുടെ ആരാധനകളിൽ പോലും അവരെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇബാദത്താണെങ്കിൽ പോലും ജൂതന്മാരോട് നമ്മൾ എതിരാകണമെന്ന് ഹബീബെ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇബാദത്താണെങ്കിൽ പോലും ജൂതന്മാരോട് എതിരാകണം. എന്നറിയോ, ഈ മുഹറം ഇപ്പൊ കഴിഞ്ഞ റജബ് 27 നമ്മളൊരു നോമ്പ് പിടിച്ചു. എന്തൊരു കോലാഹലമായിരുന്നു. കർണാടകയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. റജബ് എത്തുമ്പോ റജബ് 27 നോമ്പിനെ പറ്റി വിവാദം, ഷഅബാൻ എത്തുമ്പോ ബറാഅത്ത് നോമ്പിനെ പറ്റി വിവാദം, റമളാൻ എത്തുമ്പോ തറാവീഹിന്റെ എണ്ണങ്ങളെ പറ്റിയുള്ള വിവാദം, റബീഉൽ അവ്വൽ എത്തുമ്പോ മൗലിദിനെ പറ്റിയുള്ള വിവാദം, റബീഉൽ ആഖിർ എത്തുമ്പോ ഔലിയാക്കളുടെ കറാമത്തിനെ പറ്റിയിട്ടുള്ള വിവാദം. എന്നായി വിവാദം അവസാനിക്കുക? ഇത് പള്ളിയിലാണോ നടക്കുന്നത്? എന്നാ കുഴപ്പമില്ല, ദീനിയായ ചർച്ചകൾ. എന്തിനാണ് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും സംവാദവും വാദവും പ്രതിവാദവുമായി നടക്കുന്നത്? എന്തിനാണ് ദീനിനെ ആക്ഷേപിക്കുന്നത്? മുഹറം 9, 10 2 നോമ്പ് നമ്മൾ പിടിക്കുന്നില്ലേ? എന്തിനാ? മുഹറം 10 മാത്രമേ നോമ്പുണ്ടായിരുന്നുള്ളൂ. മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ അന്ന് ജൂതന്മാർക്ക് നോമ്പ്. കാര്യം ചോദിച്ചു, എന്താ ഇന്ന് നോമ്പ് പിടിക്കാനുള്ള കാരണം? അള്ളാന്റെ റസൂലിനോട് ജൂതന്മാര് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് മൂസാ നബിയെയും പരിവാരങ്ങളെയും അള്ളാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തി ഫിർഔനെയും അവന്റെ കൂട്ടരെയും പരാജയപ്പെടുത്തി വെള്ളത്തിൽ മുക്കിക്കൊന്നത് ഈ ദിവസത്തിലാണ്. അതുകൊണ്ട് അതിനോട് ആദര സൂചകമായി ഒരു നന്ദിയായിട്ട് ഞങ്ങൾ നോമ്പ് പിടിക്കാൻ. ജൂതന്മാരോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബിയോട് കടപ്പെട്ടത് ഞങ്ങളാ, അതുകൊണ്ട് മുഹറം 10 ഞങ്ങൾ നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തു. എന്നിട്ട് സഹാബാക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ലോകത്തുള്ള മുഅ്മിനീങ്ങളോടായി പറഞ്ഞു, ഇത് ജൂതന്മാര് പിടിക്കുന്ന ദിവസമാണെന്ന് മുഹറം 10 ആശൂറ. പക്ഷേ നമുക്ക് അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം 9 പിടിക്കും. എന്തുകൊണ്ട്? ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി. ജൂതന്മാരോട് എതിരാകാൻ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അടുത്ത കൊല്ലം മുഹറം 9 കൂടി പിടിക്കുമെന്ന് പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ആലോചിച്ചേ. ഇബാദത്തിൽ പോലും യവന്മാരോട് നമുക്ക് രാജിയാകാൻ പറ്റൂല. ഈ ജൂതന്മാരോട് നമുക്ക് ഇബാദത്തിലാണെങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരോടൊപ്പം നമുക്ക് ചേരാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് ചേരാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അള്ളാന്റെ റസൂൽ ഇത്രയും കർക്കശമായി പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? ജൂതന്മാരുടെ ജീവിതം നമ്മൾ കടമെടുത്തു, നസാറാക്കളുടെ ജീവിതം കടമെടുത്തു.